ഓം ശ്രീ മഹാഗണപതേ നമഃ. ശ്രീ സരസ്വത്യേ നമ. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ഇന്ന് നമ്മൾ ഭാഗവത സപ്താഹം വായിച്ചു കഴിഞ്ഞിട്ട് ഫലശ്രുതി വായിച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങൾ, അതായത് ഒന്ന് കണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലനേമി വധം കഴിഞ്ഞ് ഇനി കംസവധത്തിനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു വണ്ടിയല്ല അത്. കാലനേമി വധം എന്ന് കഴിഞ്ഞ ഒരു ഇത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഗ്ലോസ്കൃതം അപ്ഡേറ്റിൽ ഒരു വ്യത്യാസം വരുത്തി, ഒരു യൂട്യൂബ് അപ്ഡേറ്റ് നമ്മൾ നടത്തിയ. അതായത് സത്വയുഗം അല്ലെങ്കിൽ സത്യയുഗം ബ്രാഹ്മണന്റെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. ത്രേതായുഗം ക്ഷത്രിയനും, ദ്വാപരയുഗം വൈശ്യചിന്തയും, കലിയുഗം ശൂദ്രചിന്തയും. ശൂദ്രചിന്തയ്ക്കുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലിയെ തപസ് ചെയ്യാൻ വിട്ടാൽ എളുപ്പം കാര്യങ്ങൾ നടക്കുന്നതാണ് പറയുക. എന്താ അങ്ങനെയൊക്കെ ഉള്ള സംഗതികളൊക്കെ പറയും. ശൂദ്രനാണ് സൈൻ ചെയ്യണ ആള്, അവതാര കാര്യങ്ങളൊക്കെ ശൂദ്ര. ബാലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും സഞ്ചരിക്കാൻ കഴിവുള്ള ആൾ. സനകാദിമുനിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും, അങ്ങനെ 10 ഋഷികൽപ്പനയിൽ സനകാദിമുനിമാർക്ക് എല്ലാത്തിലും സഞ്ചരിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ശൂദ്രകൽപ്പനയ്ക്കുണ്ട്. പക്ഷെ ശൂദ്രകൽപ്പനയിൽ 10% പേർക്ക് അതിൻ്റെ ആ ബാലൻസിന്റെ ഹൈറ്റ് എത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സിമുലേറ്റഡ് അനാലിസിസ് കൂടെ. വൈശ്യചിന്തയിൽ 20% പേർക്ക് മുകളിൽ കിടക്കാം. ഇപ്പം ഈ പറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമാവുക എന്ന് പറഞ്ഞാൽ പ്രസ്റ്റീജിയസ് ആണ്. പക്ഷെ അത് വളരെ കുറച്ച് പേർക്കേ ആവാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഒരു ഡോക്ടർ ആവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പം. അതിനെക്കാട്ടിലും എളുപ്പമാവുക ഒരു അക്കൗണ്ടന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എളുപ്പം സത്യസന്ധതയോടുകൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ബ്രാഹ്മണനാവുക എന്നുള്ളത് 40%. ബ്രാഹ്മണന്മാരായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 40% പേർക്ക് ഈ പറയണ ഹൈറ്റ്, എൻ്റെ ഗ്ലോറി ഓഫ് ഹൈറ്റ് കിട്ടാം. അതുകൊണ്ടാണ് കൂടുതൽ പേരും സത്യസന്ധതയുടെ ആശ്രയിക്കൂ എന്ന് പറയുന്നത്. മറ്റേതിൽ ഈ പറഞ്ഞ ഹൃദാർത്ഥം പ്രതീയേത നത്പ്രതീയേത ചാത്മനി എന്ന് പറഞ്ഞ ഹൃദാർത്ഥത്തിൽ എന്ത് മനസ്സിലാവുന്നു അതിൻ്റെ നേരെ എതിരാണ് പലപ്പോഴും വൈശ്യചിന്തയിൽ പിടിക്കുക. അതൊക്കെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ കാലം ഈ പറഞ്ഞ ഈ പറഞ്ഞ സത്യമാണെല്ലാം, പക്ഷെ സത്യത്തിന്റെ ചെറിയ സ്ഫുരണങ്ങളും വലിയ സ്ഫുരണങ്ങളും ഉണ്ടെന്ന് പറയും. അപ്പൊ മന്വന്തര സത്യം, മന്വന്തര കാലത്തെ അതിജീവിക്കുന്നതാണ് മന്വന്തര സത്യം എന്നാണ്. അത് അതിൻ്റെ ഇപ്പം നമ്മളൊരു ബ്യൂട്ടി, നല്ലൊരു തുമ്പിയെ കാണുമ്പോൾ അത് മനോഹരം. നേരെ മറിച്ച് ഒരു പുഴുവാണെങ്കിൽ അതിനെ തട്ടിക്കൊള്ളാം. കൊതുകിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കൊല്ലും. രണ്ടും ജീവനാണ്, പക്ഷെ തുമ്പിക്കുള്ള ത്രട്ട് കൂടുതലാണ്. തുമ്പിക്കുള്ള ത്രട്ടല്ല, കൊതുകിനെ നമ്മൾ അടിച്ചു വന്നാലും നമുക്കൊന്നും മനസ്സിന് വിഷമം തോന്നില്ല. കാരണം ഈ മന്വന്തര സത്യത്തിന്റെ ഒരു പ്രത്യേകത. മന്വന്തര സത്യം കോൺഷ്യസ്നെസ്സിന്റെ ഒക്കെ ലാർജർ കോൺഷ്യസ്നെസ്സിന്റെ കൂടെ പോകാന്ന് പറഞ്ഞാൽ ലോങ് ടേം. അപ്പൊ അതിൽ ബ്യൂട്ടിക്ക് ഒരു പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ അത് രണ്ടും ജീവനാണെങ്കിലും, തുമ്പിയാണെങ്കിലും ജീവനാണ്, കൊതുകാണെങ്കിലും ജീവനാണ്. പക്ഷെ തുമ്പിയെ നമ്മൾ അതിന്റെ മനോഹാരിത കൊണ്ട് ഒന്നും ചെയ്യില്ല. പക്ഷെ കൊതുകിനെ ആണെങ്കിൽ നമ്മൾ എട്ടുകാലിയാണെങ്കിൽ അവരൊക്കെ അതാണെങ്കിലും ജീവൻ തന്നെയാണ്, പക്ഷെ നമ്മൾ അടിച്ചു വരും. അപ്പൊ അങ്ങനെ ആയിട്ടുള്ള അത് അപ്പൊ ഈ മന്വന്തരത്തിന് ലോങ് ടേം സത്യങ്ങളാണ്. അതായത് കുറെ കൂടെ ലോഞ്ചിറ്റിവിറ്റി കൂടുതലായി. മറ്റേ അതിന്റെ അത്രയും ലോഞ്ചിറ്റിവിറ്റി ഉണ്ടാവില്ല ഈ പറഞ്ഞ ഫ്ലീറ്റിംഗ് സത്യം. പക്ഷെ നമ്മുടെ മനുഷ്യായുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120-130 വർഷമൊക്കെ ആണെങ്കിലും, അപ്പൊ അതാണ് മനുഷ്യായുസ്. 120 വയസ്സേ ഉള്ളൂ. നേരെ മറിച്ച് വൃക്ഷങ്ങൾക്ക് അതിലും കൂടുതലുണ്ട്. ഈ പറയണ ഓറ എന്നൊക്കെ പറയുന്ന സംഗതികൾക്കൊക്കെ അതിലും ഭയങ്കര കൂടുതലാണ് പറയണ. ഈ പറയണ മൃഗങ്ങളുടെ ഓറ എന്നൊക്കെ പറയണത് ഭൂതം ആയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ്. എന്തെങ്കിലും ആട്ടെ. അപ്പൊ അതിനെയൊക്കെ നമ്മൾ നിർദ്ധാരണം ചെയ്യുമ്പോൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ നമ്മൾ ബ്രാഹ്മണത്വം, സത്യയുഗം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അത് അപ്പൊ അവിടെ നമ്മളുടെ ഇന്നത്തെ ഭാഗവതത്തിൽ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലനേമി വധം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് അതായിരിക്കാം. ആ ഒരു മാറ്റം.
ഇനി അടുത്തത് കംസവധം, പാനപാത്രം എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ ഒരു അതിൽ നിന്ന് കുറച്ചും കൂടി ആത്മാവിൻ്റെ രസങ്ങൾ ഒക്കെ അടുക്കുന്ന ഒരു പരിപാടി ഇത്തവണ വന്നതെന്ന്. ഇത്തവണ നമ്മൾ അതിന് കാരണക്കാരനായിട്ടുള്ള ആളെ കൂടി പറയണമല്ലോ. കാര്യം ഞാൻ ആദ്യം അതിനിങ്ങനെ പറഞ്ഞപ്പോൾ സോക്രട്ടീസിന്റെ ഇപ്പൊ ഭാഗവതം BVS എന്നൊക്കെ പറയുമല്ലോ, ഭാഗവതം BVS സപ്താഹം BVS. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ അങ്ങനെ ഒരു എന്താണ് സോക്രട്ടീസിന്റെ നാഗിങ് വൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റൊക്കെ നമ്മൾ ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ഇതിൽ ആരോ പ്രസന്റ് ചെയ്തേക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടുണ്ടെങ്കിൽ സോക്രട്ടീസ് ഒരു ലാർജർ ട്രൂത്ത്, അതൊരു ഏകദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ ആളായിരുന്നു. പക്ഷെ അതിന്റെ ഫോളോ ചെയ്ത സോക്രട്ടീസിന്റെ ശിഷ്യൻ ഇതായിപ്പോയി, തട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പറയണ സോക്രട്ടീസിനെ ആളുകളൊക്കെ കൂടെ വിളിച്ചിട്ട് അതിനെ തിരുത്താനൊക്കെ പറയുന്നുണ്ട്. ഡെമോക്രസിയുടെ ഒക്കെ ഒരു വക്താവായിരുന്നു. ഡെമോക്രസിയുടെ മോഡേൺ ഡെമോക്രസിയുടെ വജ്ഞാതാവാണ് സോക്രട്ടീസ് എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഒരു ഇന്ദ്രജിത് സ്റ്റൈൽ എന്ന് പറയുമല്ലോ, പബ്ലിക് കോൺഷ്യസ്നെസ്സിന്റെ പുറത്തുള്ള യാത്ര, അത് ഫ്ലീറ്റിംഗ്, കുറെ കൂടെ ഫ്ലീറ്റിംഗ് ആണ് ലാർജർ ട്രൂത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാം. പബ്ലിക് കോൺഷ്യസ്നെസ്സിന്റെ പിന്നാലെ നമ്മൾ അതിലൂടെ പോകും. അതിലൂടെ അത് പക്ഷെ ഡിലേഡ് ആയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിലൊരു രസമുള്ള ഒരു ദ്രാക്ഷാരസമൊക്കെ ഉണ്ടാവാം. അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ സോക്രട്ടീസിന്റെ വൈഫ് ചിലപ്പോൾ സോക്രട്ടീസിനോട് പറയാൻ ശ്രമിച്ചതൊക്കെ പലതും ചിലപ്പോൾ പ്രാധാന്യമുള്ള വസ്തുക്കൾ തന്നെ ആയിരുന്നിരിക്കാം. അപ്പൊ അത് നമ്മള് അപ്പൊ അതിലൊക്കെ അതിനൊക്കെ പുനർവിചിന്തനം ചിലപ്പോൾ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തായിരിക്കാം സോക്രട്ടീസിന്റെ വൈഫ് സോക്രട്ടീസിനോട് പറയാൻ സാധിക്കും. എസ്പെഷ്യലി അദ്ദേഹത്തിന് അവസാനം ആളുകളെ കൂടി വിഷം കൊടുത്തു കൊന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് വേണ്ടി നടന്ന അങ്ങേർക്ക് ഫിലോസഫി ആയിട്ട് നടന്ന അങ്ങേരെ ആളുകൾ തന്നെ ഈ പറഞ്ഞ അത് അന്ത്യം പറഞ്ഞുകൊണ്ട് അങ്ങേരുടെ ഒരു ശിഷ്യൻ ഈ പറഞ്ഞ അങ്ങേര് പറഞ്ഞ മാതിരി പോയത്. അപ്പൊ അങ്ങേരോട് അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ പറഞ്ഞു. പിന്നെ വലിയ ഏകദൈവമൊക്കെ ഉണ്ടെന്നൊക്കെ പറയാനൊന്നും പാടില്ല, അങ്ങനെ ഡെമോക്രസി അങ്ങനെ അത്ര വലിയ സാധനമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ കൂടെ. പക്ഷെ അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഫ്ലീറ്റിംഗ് മൊമെന്റിലുള്ള ഒരു ക്വിക്കർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ തന്നെ സ്ഫുരണങ്ങളാണ് ഈ പറഞ്ഞ ആനയും ആനക്കാരനും ദൈവത്തിന്റെ തന്നെ കാര്യങ്ങളാണ്. നർഗവും നരകവും ദൈവത്തിന്റെ പ്രസന്റേഷനാണ്. അപ്പൊ അങ്ങനെ അത് പറയുമ്പോൾ നമ്മൾ ആ ഓപ്പൺനെസ് അപ്പൊ ആൾക്ക് കുറഞ്ഞത് കൊണ്ടാണ് അവിടെ എന്ത് പറ്റിയത്. അവിടെ എനിക്ക് തോന്നുന്നു ആൾക്ക് അതായത് അവര് പറയണ ആ ഒരു ലാർജർ അവരിലും ഒരു ദൈവത്തിന്റെ അംശം ഉണ്ട് എന്ന് വിചാരിക്കാൻ നമ്മൾ വെറുപ്പ് കൊണ്ട് പലപ്പോഴും പലരും പറയണത് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അവര് പറയണത് വില കൊടുക്കില്ല. പക്ഷെ ചിലപ്പോൾ അവരും ഭഗവാന്റെ ആ ഒരു ഒരു പ്രതിരൂപമായതുകൊണ്ട് അവർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവാം എന്ന് ചിന്തിക്കാൻ അന്ന് സോക്രട്ടീസിന് പറ്റില്ല. ജനങ്ങള് ആളെ ഉപദേശിക്കാൻ ആരാൾ വലിയ തത്വചിന്തകൻ, ഈ ജനങ്ങൾ പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം അങ്ങേരെ ആളുകളൊക്കെ കൂടെ കൊടുത്ത് അങ്ങേര് പറഞ്ഞതൊക്കെ തെറ്റാണ് തിരിച്ചു പറയാന്ന് പറഞ്ഞു. തെറ്റാണെന്ന് പറയാൻ പറഞ്ഞു. അത് പറഞ്ഞ പിന്നെ അത് ഓടിപ്പോവാൻ പറഞ്ഞു. അതും ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ മാപ്പുമില്ല. സവർക്കറൊക്കെ പിന്നെ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രിട്ടീഷുകാരുടെ അടുത്ത് തന്നെ അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഒരു ഓഫീസറെയാണ് ഇവർ കൊല്ലാൻ നോക്കിയത് സവർക്കർക്ക്. അപ്പം അത് കഴിഞ്ഞപ്പം അതിനങ്ങ് ആൾക്ക് മാനസാന്തരം വന്നു ആൻഡമാനിൽ കഴിഞ്ഞപ്പോൾ എന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആ ഒരു പിന്നെ അത് കഴിഞ്ഞ് അങ്ങേരെ ഇപ്പം ബ്രിട്ടീഷ് വെർച്യു ഉണ്ടാവും. അപ്പം അത് വെർച്യു അത് മനസ്സിലായില്ല ആൾക്ക് ആദ്യം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നീട് ആളത് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ മാനസാന്തരം വരികയുണ്ടായി എന്നുള്ളത് നമുക്ക് സവർക്കറുടെ. അതുകൊണ്ടാണ് സവർക്കറിന്റെ ആ മെഗ്നാനിറ്റി. ആളുടെ ആ ഒരു പാത ശരിയല്ല എന്ന് കണ്ടപ്പോൾ അങ്ങേരെ അത് മാറ്റാനും അതിന് അതിന് ആ നേരത്തെ പോയ പാതയ്ക്ക് മാപ്പ് വരെ പറയാനും ബുദ്ധിമുട്ട് കാണിച്ചില്ല. അപ്പൊ അതൊക്കെ അതൊക്കെ നമ്മൾ കാണുന്നതിലും വളരെ ഒരു ക്വാളിറ്റിയാണ് സവർക്കറിന്റെ. അപ്പൊ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പം ഇന്നിപ്പോ നമ്മളിത് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ NSS കരയോഗം
പള്ളുരുത്തിയിലെ നിസ്കരത്തിലെ ലൈബ്രറിയനായിട്ടുള്ള ശ്രീ രാമേന്ദ്രൻ സാറുണ്ട്. ലൈബ്രറിയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ശ്രീ രാമേന്ദ്രൻ സാർ. ആളുടെ മകനുണ്ട് അജിത് രാമേന്ദ്രൻ, കമ്പ്യൂട്ടർ സർവീസിന്റെ ആളാണ്, കമ്പ്യൂട്ടർ സർവീസ് ടെക്നീഷ്യനൊക്കെ. അപ്പൊ ആള് എന്നോടൊരു ചോദ്യം ചോദിച്ചു. അതായത് ഈ പറഞ്ഞ ഇച്ഛ ഹിന്ദിയിലായാലും സംസ്കൃതത്തിലായാലും ആഗ്രഹം എന്നല്ലേ അർത്ഥം. അപ്പൊ ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ഇച്ഛ എന്ന് പറയുന്ന ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷത്രിയനെ ഇപ്പൊ അട്രിബ്യൂട്ട് ചെയ്തേക്കണ കർമ്മങ്ങൾ ആക്ച്വലി അത് നമ്മള് ആഗ്രഹം, ധർമാർത്ഥ കാമമോക്ഷങ്ങളിലെ മൂന്നാമത്തെ പുരുഷാർത്ഥമായ ആഗ്രഹം, കാമം എന്ന് പറയുന്ന സംഗതി ക്ഷത്രിയനല്ലേ കൂടുതൽ യോജിക്കുക. ആലോചിക്കുമ്പോൾ അത് ശരിയാണ്. അത് അതുകൊണ്ടായിരിക്കാം നമ്മുടെ ബീവീസ് എന്ന് പറഞ്ഞ ഭാഗവത സപ്താഹം എന്ന് വധം സപ്താഹം ബീവീസ്, അങ്ങനെയാണ് നമ്മൾ ബീവീസ് എന്നാണ്. അപ്പൊ അതൊരു രസം. അപ്പൊ നമ്മൾ ഭാഗവത സപ്താഹമായിട്ട് കല്യാണം കഴിച്ചിരിക്കുകയാണ്, നമ്മുടെ ബേബീസാണ് ഭാഗവത സപ്താഹങ്ങളെന്ന് നമ്മൾ ഒരു രസത്തിന്റെ, ഒരു അസംഷന്റെ, ഒരു ഇമാജിനേഷന്റെ രസം നമ്മളങ്ങനെ. അപ്പൊ ഇത് നമുക്ക് തെറിവിളി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രണ്ടിടത്തും എൻ്റെ കാര്യവും പറഞ്ഞ്, അതുപോലെ തന്നെ കാലനേമി വധം പറഞ്ഞ് കംസൻ വധം മന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ അവതാരം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ആ ഒരു സംഗതി നമുക്ക് ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ബേബീസ് പറയണ കേട്ടില്ലെങ്കിൽ അത് പ്രശ്നമാവും. അപ്പം നമ്മൾ പ്രശ്നമല്ല, അത് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വെർഷൻ തന്നെ. അപ്പൊ നമ്മൾ ഒന്നും കൂടെ നമ്മൾ ഗ്ലോസ്കൃതം മോഡൽ ഒന്നും കൂടെ നമ്മൾ ഒരു മേജർ അപ്ഡേറ്റ് ഇതിൽ വരുത്തുകയാണ്. അപ്പൊ അതിന് നമ്മൾ അജിത് രാമേന്ദ്രനോട് പ്രത്യേകം നന്ദി ഉണ്ടായിരിക്കും. അപ്പൊ അജിത് രാമേന്ദ്രനാണ് ഈ ചോദ്യം ചോദിച്ചത് എന്ന് പറഞ്ഞ ഫലം ഈ പറയണ ഫലം എന്നുള്ളത് വ്യത്യാസമുണ്ട്. ഫലം റിസൾട്ടായിരിക്കും, അർത്ഥമായിരിക്കും, അത് വേറെ. ഇച്ഛ എന്ന് പറയുന്നത് ആഗ്രഹമല്ലേ. അപ്പൊ ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ നമ്മൾ ഇത്രയും നാൾ ആഗ്രഹം അണ്ടർവാൾ ഫോഴ്സസ് തന്നെ ആയിരിക്കും. ഈ ഇതാണ് അതൊക്കെ അവിടെ അതിലേക്ക് നിർദ്ധാരണം എത്രയും നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാം. അതായത് ഇത്രയും നാള് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യുന്ന ബ്രാഹ്മണൻ കാമം, ബ്രാഹ്മണാത്മുഖമാസീത്, മുഖം എവിടെ നിന്നാണ് വരുന്നത് എന്ന പുരുഷ സൂക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബേബി വെൻ ഗെറ്റ് ബോൺ, അത് ഈ പറയണ ഇതിലൂടെയാണല്ലോ, യോനിയിലൂടെയാണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഉപസ്ഥമാണ് കാമത്തിന്റെ ഒരു വലിയ ഘടകം ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ബ്രാഹ്മണൻ ധർമാർത്ഥ കാമങ്ങളിലെ ആമത്തിനെ നിർപ്പിച്ചത്. അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ സ്യൂട്ടിങ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷനാണ് എന്ത്, ബ്രാഹ്മണൻ ലിസ്റ്റ് റെസിസ്റ്റന്റ് പാത്തുകളിലൂടെ പോകുന്ന ആരാണ്, ധർമ്മകാംക്ഷിയാണ് എന്ന് പറയുമ്പോഴാണ് കുറച്ചും കൂടി സനാതനധർമ്മം ബ്രാഹ്മണിക്കൽ ഓർഡർ തന്നെയാണ് എന്ന ഒരു സങ്കല്പത്തിലേക്ക് ലിസണിങ് അല്ലെങ്കിൽ ശ്രുതി കേട്ടോണ്ടിരിക്കുക. അപ്പൊ അവിടെ സത്വഗുണത്തിന്റെ ഒരു വലിയ പ്രധാനം കേട്ടോണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ പറയണ ലീസ്റ്റ് റെസിസ്റ്റന്റ് പാത്തുകളിലൂടെ സഞ്ചരിക്കുന്ന പരിപാടി സത്വഗുണത്തിനാണ് കൂടുതലായിട്ടുള്ളത് എന്ന ഒരു ആർഗ്യുമെന്റ് നമുക്ക് അവിടെ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആണ്. അപ്പൊ ഈ വാണ്ടർവാൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ക്ഷീണബലം എന്നാണ് പറയാ, ക്ഷീണബലം. അപ്പൊ ഈ ക്ഷീണബലം, അതായത് ഒരു ഒക്ടറ്റിൽ നിന്ന് വേറൊരു ഒക്ടറ്റിലുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിന്ന് ലീസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. അതായത് ബാലൻസ് ബോണ്ടിങ് അല്ല, അപ്പത്തേക്ക് പോകുന്നില്ല. അപ്പൊ ലീസ്റ്റ് റെസിസ്റ്റന്റ് പാത്തുകളിലൂടെ കാര്യങ്ങൾ നടത്തുന്നത് ബ്രാഹ്മണനാണ്. അപ്പൊ ബ്രാഹ്മണനാണ് സനാതനധർമ്മം അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്ന ചിന്തയുടെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന ദേവന്മാരാണ് ധർമ്മം എന്ന ഒരു സങ്കല്പത്തിലേക്ക്, സത്വഗുണമാണ് ധർമ്മം എന്ന ഒരു, അത് സത്വഗുണമാണ് ധർമ്മം എന്നുള്ളത് പഴയമായിട്ടുള്ള ഒരു ചിന്തയാണ്. പക്ഷെ നമ്മൾ ഇതിനിടയ്ക്ക്
ക്ഷത്രിയ ധർമ്മം എന്നൊക്കെ പറഞ്ഞ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊന്ന്, അത് പോസ്റ്റ് ട്രൂത്ത് ഏജ് ആണ് ത്രേതായുഗം. വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മത്തിന്റെ വിഗ്രഹമാണ്. അപ്പൊ അതിൽ ചെറിയ ഒരു ട്വിസ്റ്റഡ് ട്രൂത്തിന്റെ അംശങ്ങളുണ്ട്. അപ്പൊ ട്വിസ്റ്റഡ് ട്രൂത്തിന്റെ അംശങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഭൂമി പരന്നിട്ടാണ് നമുക്ക് ജിയോഗ്രാഫിക്കൽ മെത്തേഡിന്. അത് എന്തായിട്ടാണ് പറയുന്നത്? ഗോളാകൃതി അല്ലെങ്കിൽ ഭൂഗോളം ആണ്, ഗോളമാണ്, റൗണ്ട് ആണെന്നാണ് നമ്മളുടെ ബൈനോക്കുലർ സാറ്റലൈറ്റ് പിക്ചറുകളുടെ ബൈനോക്കുലർ. അത് അവിടെ അറിവല്ല, വലിയ നോളജ് പുറത്തുള്ള അറിവാണ്. നമ്മളുടെ ഇതാണ് ഈ റാൻഡം ആക്സസ് മെമ്മറി വെച്ച്, കമ്പ്യൂട്ടർ വെച്ച് നമ്മൾ വിക്കിപീഡിയ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അറിവ് പോലെയാണ്. നമ്മുടെ അറിവല്ല, പുറത്തുള്ള ഫോഴ്സസിന്റെ അത് ട്വിസ്റ്റഡ് ട്രൂത്താണ്. അല്ലെങ്കിൽ ക്ഷത്രിയൻ ജീവിക്കുന്നത് ഇന്നലാണെന്ന് പറഞ്ഞാലും ഒരു ട്വിസ്റ്റഡ് ട്രൂത്താണ് ഇന്നലെ ജീവിക്കാന്ന്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്ന കാര്യങ്ങളിലാണ് ആൾ ജീവിക്കുന്നത്, ലിവിങ് ഇൻ ദ പ്രസന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ചെറിയ ട്വിസ്റ്റഡ് ട്രൂത്തുകൾ, അതാണ് ക്ഷത്രിയത്വം എന്ന് പറയുന്ന. അപ്പൊ അതിനെ നമ്മൾ ധർമ്മ കാമം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥമായ കാമത്തിന് നമ്മൾ എന്ത് കൊടുത്തു? ലിസ്റ്റ് റെസിസ്റ്റന്റ് പാത്തുകൾ ധർമ്മമായിരിക്കുമ്പോൾ പുരുഷാർത്ഥമായ കാമം എന്ന് പറയുന്നത് ഹയർ എഫിഷ്യൻസി പ്രോഗ്രാം, പെർപച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ സെക്കൻഡ് കൈൻഡ്. ആരാണ്? ഈ പറയുന്ന ക്ഷത്രിയന്റെ ആ ഒരു ആസ്പിറേഷനാണ്. പെർപച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ തേർഡ് കൈൻഡ് ആണ് ബ്രാഹ്മണത്വം, അല്ലെങ്കിൽ ലീസ്റ്റ് റെസിസ്റ്റന്റ് പാത്തുകളിലൂടെയുള്ള സഞ്ചാരം, ഫ്രിക്ഷൻ കുറച്ചുള്ള സഞ്ചാരം. അതാണ് ബ്രാഹ്മണന്റെ പ്രത്യേകത. ക്ഷത്രിയന്റെ പ്രത്യേകത അപ്പോൾ ഹയർ എഫിഷ്യൻസി, കാര്യം ചെയ്യുന്നതിനുള്ള എന്താണ് കൂടുതൽ മെച്ചമായിട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു എഫിഷ്യൻസി അത് വരുത്തുന്നത് കീർത്തനത്തിലൂടെയാണെന്നാണ്. കീർത്തനം ക്ഷത്രിയന്റെ പ്രോഗ്രാം ആയിരിക്കുമ്പോൾ അതാണ് ഹയർ വിൽ പവർ തരുന്നത്, അതായത് ഇച്ഛാശക്തി എന്ന് പറയുന്ന പരിപാടി. ബ്രാഹ്മണന്റെ ജ്ഞാനശക്തി എന്ന് പറയുന്നത് ലിസ്റ്റ് റെസിസ്റ്റന്റ് പാത്തുകളാണ്, പ്രായോഗിക ജ്ഞാനം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റുകളിൽ നിന്ന് ഇത് കുറച്ച് വ്യതിചലിച്ചിട്ടുണ്ട്. എന്താണ്? ധർമ്മം ബ്രാഹ്മണന്, കാമം ക്ഷത്രിയന്, അർത്ഥം വൈശ്യൻ. അത് പഴയ പോലെ തന്നെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും എന്തുണ്ടാക്കുക? ഇമാജിനേഷൻ, പവർ ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്ന പരിപാടി ആണ് എന്ത്? അർത്ഥം എന്ന് പറയുന്നത് ധർമ്മകാമാർത്ഥ മോക്ഷം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ധർമ്മത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ബ്രാഹ്മണൻ. ആ കഥ ദക്ഷയാഗത്തിന്റെ കഥയാണെന്നാണ് നമ്മളുടെ ഇളയത് മാഷ് ഉൾപ്പെടെയുള്ള ഇളയത് മാഷൊക്കെ അപ്പം പോയി. അപ്പം ഇളയത് മാഷ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ ധർമ്മം ദക്ഷയാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് റെസിസ്റ്റന്റ് പാത്തുകൾ എടുക്കുന്നതിന്റെ കോൺസിക്വൻസസ് ആണ് ബ്രാഹ്മണ പ്രോഗ്രാമിൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്. പിന്നെ അതായത് ആടിന്റെ തലയാണല്ലോ വെച്ചു കൊടുക്കുന്നത്, ആടങ്ങനെയാണ്. പിന്നെ ധർമ്മം ഈ പറഞ്ഞ ബ്രാഹ്മണൻ, പിന്നെ ക്ഷത്രിയന് ആഗ്രഹങ്ങളാണ് സാധിക്കുക നോക്കാം. അതുപോലെ തന്നെ വൈശ്യൻ പെർപച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ്. ഇത് ക്ഷത്രിയന്റെ പെർപച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ സെക്കൻഡ് കൈൻഡാണ് ഗ്രാറ്റിഫിക്കേഷൻ, ഹയർ എഫിഷ്യൻസി. അപ്പൊ അങ്ങനെ പിന്നെ മറ്റേത് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്രത്വം എന്ന് പറയുന്നത് ഷൂ വരയ്ക്കാനുള്ള, ഒപ്പിടാനുള്ള കഴിവ്. അത് നമ്മൾ ബാലൻസ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ സീറോത്തിൽ ഓഫ് തെർമോഡൈനാമിക്സ്, അല്ലെങ്കിൽ കടലാഴം. മറ്റേത് തിരകളാണ്, ഇത് കടലാഴം. ശുദ്രത്വം എന്ന് പറയുന്നത് കടലാഴമാണ്. ബാലൻസ് എന്ന് പറഞ്ഞാൽ, ബാലൻസ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാഴങ്ങളാണ്. അതാണ് ഈ പറഞ്ഞ കലിയുഗ അത് പക്ഷേ ഏകദൈവം എന്ന് പറയുന്ന സങ്കല്പമൊക്കെ എല്ലാവർക്കും അത് എത്തില്ല. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഉള്ള, ഇപ്പൊ സോക്രട്ടീസിന് പോലും അത് പറ്റിയില്ല.
അതായത് ആനയും ആനക്കാരനും ദൈവമാണ്, സ്വർഗത്തിലും നരകത്തിലും ഉള്ളത് യമനും ദൈവമാണ്, മറ്റേ ഇന്ദ്രനും ദൈവമാണ് എന്ന് പറയണ പോലെ അനയും ആനക്കാരനും ദൈവമാണ് എന്നുള്ള സങ്കല്പത്തിലേക്ക് സോക്രട്ടീസിന് എത്താൻ പറ്റാഞ്ഞുകൊണ്ടാണ് ഈ ആളുകളൊക്കെ കൂടെ ബഹളം വച്ചപ്പോൾ സോക്രട്ടീസിന് അഡമൻ്റായിട്ട് നിൽക്കേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ഒരു പുതിയ അപ്പൊ വിൽ പവർ എന്ന് പറയുന്ന സങ്കല്പം ക്ഷാത്രധർമ്മമാണ് എന്ന ഒരു സങ്കല്പത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ബാക്കി കുറെ കാര്യങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരാം. വേറെ എന്താണ് ക്ഷത്രിയത്വം എന്ന് പറയണത് രജോ ഗുണമാണ്. അത് രജോ ഗുണത്തിന് അവിടെ നമ്മൾ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, ക്ഷത്രിയത്വത്തിന് തന്നെയാണ് രജോ ഗുണം. പക്ഷെ നമ്മളിവിടെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ധർമാർത്ഥ കാമോക്ഷങ്ങളിൽ ക്ഷത്രിയൻ ധർമ്മത്തിന് വേണ്ടിയല്ല നിലകൊള്ളുന്നത്, ക്ഷത്രിയൻ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന ഒരു മോഡിഫിക്കേഷനാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗൂഢ അർത്ഥങ്ങളുടെ ഭാഗവത്തിലെ ചോദ്യത്തിലെ ഗൂഢാർത്ഥം എന്താണ് ഈ പറയണ ആദ്യത്തെ ചോദ്യം എന്താണ്? എന്താണ് ഈ ഗൂഢമായിട്ടുള്ള ജ്ഞാനം? ഗൂഢമായ ജ്ഞാനം എന്നല്ല, എന്താണ് ഗൂഢമായിരിക്കുന്ന ആ ഒരു സാധനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇച്ഛാശക്തിയാണ് അവിടെ ആൻസർ. ബ്രഹ്മദേവൻ നമ്മൾ ക്ഷത്രിയ പരികൽപ്പന തന്നെയാണ് ബ്രഹ്മദേവനും ഗാണപത്യവും സൗരവും ഗാണപത്യവും മതങ്ങൾ നമ്മൾ ക്ഷത്രിയ മതങ്ങളായിട്ട് ക്ഷത്രിയ രസങ്ങളായിട്ടാണ് കഴിഞ്ഞ അതിൽ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് അതേപോലെ തുടരും. പക്ഷെ പെർപ്പച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്ന സങ്കല്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ക്ഷത്രിയൻ, അത് നമ്മൾ നേരത്തെയും കറക്റ്റാണ്, അത് തന്നെയാണ് ക്ഷത്രിയന്മാരുടെ അവരുടെ അതിനനുസരിച്ചിട്ടുള്ള ആർമി. പിന്നെ എന്താണ് പിന്നെ ഒരു വരുന്നത് വാണ്ടർവാൾ, മറ്റേ 4 ഇലക്ട്രോ മാഗ്നറ്റ് വാണ്ടർവാൾ ഫോഴ്സസ് ബ്രാഹ്മണൻ, നമ്മൾ നേരത്തെ തന്നെ അത് കറക്റ്റാണ്. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ മാറിയേക്കുന്നത്. ഒന്ന്, ക്ഷത്രിയ സങ്കല്പം ആഗ്രഹങ്ങളെ ധർമ്മകാമം അല്ലെങ്കിൽ കാമം എന്ന് പറയുന്ന കാര്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നു, ധർമ്മം ബ്രാഹ്മണനെ റെപ്രസെന്റ് ചെയ്യുന്നു. അത് പെർപ്പച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ തേർഡ് കൈൻഡ് ആണ്. ക്ഷത്രിയന്റെ ഒരു പഴ്സ്യൂട്ട് എന്ന് പറയുന്നത് പെർപ്പച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ സെക്കൻഡ് കൈൻഡ് ആണ്, ഹയർ എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. കീർത്തനം ക്ഷത്രിയന് പറഞ്ഞിട്ടുള്ളതാണ്, അത് മാറ്റങ്ങളൊന്നുമില്ല. മനനം, ഈ പറയുന്ന മനനം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയന്റേഷൻ. ക്ഷത്രിയൻ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ നോക്കുന്നു, ബ്രാഹ്മണൻ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ എളുപ്പമാണല്ലോ. ഭൂതകാലക്കുള്ളിലങ്ങ് ജീവിച്ചാൽ മതിയല്ലോ, അല്ല ആളുകളെ നമ്മൾ അതിനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. നാളത്തെ പ്ലാനിങ് ഉണ്ടെങ്കിൽ ക്രിയാശക്തി വേണം. അത് അപ്പൊ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തിയിൽ ജ്ഞാനശക്തി ബ്രാഹ്മണനാണെങ്കിൽ ഇച്ഛാശക്തി ക്ഷത്രിയനും ക്രിയാശക്തി എന്ന് പറയുന്നത് വൈശ്യനുമാണ്. വൈശ്യനാണ് ഇമാജിനേഷനെ സ്ക്വയർ അപ്പ് ചെയ്ത് റിയാലിറ്റി ആക്കുന്നതെന്നാണ്. ക്ഷത്രിയൻ ഇച്ഛാശക്തി ഉണ്ടെങ്കിലും അതിനെ സ്ക്വയർ അപ്പ് ചെയ്ത് അതിനെ എന്താ ചെയ്യുക, ഈ പറയണ ഗ്രാവിറ്റി, ഈ പറയണ അട്രാക്റ്റീവ് പവർ, മാഗ്നറ്റിക് പവർ അല്ല അട്രാക്റ്റീവ് പവർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അല്ല ഗ്രാവിറ്റി, വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ പുതിയ സങ്കല്പത്തിൽ, അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോയിലും നമ്മൾ എടുക്കുമ്പോൾ ഈ സങ്കല്പം കൂടെ കൂട്ടിച്ചേർത്ത് വേണം നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ നിന്നുള്ള ഒരു സ്ലൈറ്റ്ലി ചെറിയ കുറച്ച് വ്യത്യാസപ്പെടുത്തിയ അപ്ഡേറ്റ് ആണ് അത്. അതിന് കാരണം ഒന്നും കൂടെ ഞാൻ പറയണു, നമ്മുടെ ചേളായിൽ ശ്രീധരനളയിടം സ്മാരക ലൈബ്രറി ഉണ്ട് നമ്മുടെ കരയോഗത്തിൽ, NSS കരയോഗത്തിൽ. ചേളായിൽ ശ്രീധരനളയിടം സ്മാരക ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മുടെ NSS കരയോഗത്തിൻ്റെ അതിൽ ഇപ്പം അത് നോക്കി നടത്തുന്ന ലൈബ്രറി എന്നുള്ള നിലയ്ക്ക് തന്നെ ആയിട്ട് അതൊക്കെ നടത്തുന്നത് നമ്മുടെ രാമേന്ദ്രൻ സാറാണ്. അപ്പോൾ ആ രാമേന്ദ്രൻ സാറിൻ്റെ മകൻ ആണ് ഈ അജിത്ത് രാമൻ. ആളാണ് ഈ ഒരു പോയിന്റ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശനാണ് ചേളായിൽ ശ്രീധരനളയിടം തന്നെ. അപ്പോൾ ആള് തന്നെ
അജിത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു വലിയ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ അത് ഒരു പോയിന്റ് ഉന്നയിച്ചതിന്, അതായത് അജിത്ത് പറഞ്ഞ പോയിന്റ് വേറൊന്നുമല്ല, ഇച്ഛ എന്ന് പറഞ്ഞ ആഗ്രഹമല്ലേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അക്ഷരബ്രഹ്മൻ, അക്ഷരോപാസന നോക്കുമ്പോൾ അത് ശരിയാണ്. അക്ഷരങ്ങളെ അക്ഷരങ്ങളുടെ അർത്ഥം എടുത്ത് നോക്കുമ്പോൾ അത് കറക്റ്റാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പം നമ്മളത് മാറ്റാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അത് അജിത്തിനോട് നമ്മളതിന് വളരെയധികം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു, അങ്ങനെ ഒരു പോയിന്റ് ഉന്നയിച്ചതിന്. അപ്പം അപ്പം അതാണ് ഇത്തവണത്തെ ഒരു മേജർ അപ്ഡേറ്റ്. അപ്പം അത് നമ്മൾ പറ്റുകയാണെങ്കിൽ ഇത് ഈ വീഡിയോ നമ്മൾ യൂട്യൂബിലും സമർപ്പിക്കാൻ നോക്കും. ഓക്കെ, സായിരാം.